പ്രിയദർശിനി പദ്ധതിക്ക് തൃശൂർ ജില്ലയിൽ വിപുലമായ തുടക്കം. മാള, ചാലക്കുടി, കൊടുങ്ങല്ലൂർ ഡിപ്പോകളിൽ നടന്ന ചടങ്ങുകളിൽ മന്ത്രിമാരും ജനപ്രതിനിധികളും നൂറുകണക്കിന് നാട്ടുകാരും പങ്കാളികളായി. പ്രിയദർശിനി പദ്ധതിയുടെ ഭാഗമായി വനിതകൾക്കായുള്ള സൗജന്യ ബസ് യാത്രയ്ക്ക് മാള KSRTC ഡിപ്പോയിൽ കായിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രി OJ ജനീഷ് തുടക്കം കുറിച്ചു. മെയ് മാസം 18-നാണ് സംസ്ഥാന ഗവൺമെന്റ് സത്യപ്രതിജ്ഞ ചെയ്ത് മന്ത്രിസഭ അധികാരമേറ്റത്. ആദ്യ ക്യാബിനറ്റിലെടുത്ത ഏറ്റവും സുപ്രധാനമായ തീരുമാനമാണ് ജൂൺ മാസം 15-ാം തീയതി മുതൽ UDF സർക്കാർ അധികാരത്തിലേക്ക് വന്നാൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പ്രകടന പത്രികയിൽ പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരണ്ടിയിലെ ആദ്യ ഇനങ്ങളിൽ ഒന്ന് KSRTCയിലെ സൗജന്യ യാത്ര നടപ്പിലാക്കുമെന്ന തീരുമാനം ആദ്യ ക്യാബിനറ്റിലെടുത്ത ഏറ്റവും ആദ്യത്തെ തീരുമാനങ്ങളൊന്ന്. തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞ വാഗ്ദാനമാണ്. അത് അടുത്ത തെരഞ്ഞെടുപ്പിന് പോകുന്ന സമയത്തല്ല, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അധികാരമേറ്റാൽ ഏറ്റവും ആദ്യം തന്നെയാണ് ആ വാഗ്ദാനം നടപ്പിലാക്കേണ്ടതെന്നുള്ള ഉറച്ച ബോധ്യത്തോടു കൂടിയാണ് ശ്രീ VD സതീശൻ നേതൃത്വം കൊടുക്കുന്ന ശ്രീ VD സതീശൻ സർക്കാർ, കേരളത്തിൻ്റെ UDF സർക്കാർ ഈ തീരുമാനമെടുത്ത് മുന്നോട്ട് വരുന്നത്. ഈ തീരുമാനം പ്രഖ്യാപിക്കുന്ന സമയത്ത് ഒരുപാട് വിമർശനങ്ങൾ പല കോണുകളിൽ നിന്നും ഉയർന്നു വന്നു. ഇതോടുകൂടി KSRTC എന്ന സംവിധാനം ആകെ തകർന്നു പോകും, പൊതുവെ നഷ്ടത്തിലും ലാഭത്തിലുമല്ലാത്ത KSRTC എന്ന ഒരു ഈ ഒരു ശൃംഖല തന്നെ ഇല്ലാതാകും. അതോടൊപ്പമുള്ള ഒരുപാട് വിമർശനങ്ങൾ ഉയർന്നു വന്നു. പക്ഷെ സർക്കാരിനെ സംബന്ധിച്ച് ഒരു നിശ്ചയദാർഢ്യം ഈ വിഷയത്തിലുണ്ട്. സംസ്ഥാന ഗവൺമെന്റ് എടുത്തൊരു തീരുമാനം ഇതിന്റെ സാമ്പത്തിക ഭാരം KSRTCയുടെ തലയിൽ കെട്ടിവെക്കില്ല എന്നുള്ളതാണ്. പൊയ്യ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഔസേപ്പച്ചൻ ജോസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷിണി രാജീവ് മുഖ്യാതിഥിയായി. വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നേതാക്കൾ, നാട്ടുകാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ചാലക്കുടി KSRTC ഡിപ്പോയിലും വനിതകളുടെ സൗജന്യ യാത്രാ സർവീസിന് തുടക്കമായി. സനീഷ് കുമാർ ജോസഫ് MLA സർവീസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ ആലിസ് ഷിബു അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ KV പോൾ, വാർഡ് കൗൺസിലർ VJ ജോജി, ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നിവർ സംസാരിച്ചു. ചാലക്കുടി ഡിപ്പോയിൽ നിന്ന് നിലവിൽ 23 ഓർഡിനറി ബസ്സുകളാണ് സർവീസ് നടത്തുന്നത്. മെഡിക്കൽ കോളേജ്, മലക്കപ്പാറ ഉൾപ്പെടെയുള്ള മലയോര മേഖലകളിലേക്ക് പ്രതിദിനം 186ഓളം ട്രിപ്പുകളാണ് നടത്തുന്നത്. അതേസമയം ഐക്യജനാധിപത്യ മുന്നണിയുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായ ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായുള്ള സ്ത്രീകളുടെ സൗജന്യ ബസ് സർവീസിന് കൊടുങ്ങല്ലൂരിലും തുടക്കമായി. കായിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് OJ ജനീഷ് വടക്കേനടയിൽ പതാക ഉയർത്തി പ്രിയദർശിനി സർവീസ് ഉദ്ഘാടനം ചെയ്തു. കൗൺസിലർ VM ജോണി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ KSRTC യൂണിറ്റ് ഇൻസ്പെക്ടർ P ദിലീപ് കുമാർ, ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ, സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രവർത്തകർ, നൂറുകണക്കിന് പൊതുജനങ്ങൾ എന്നിവർ പങ്കെടുത്തു. തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ യാഥാർത്ഥ്യമാക്കുന്ന സർക്കാർ പ്രവർത്തനങ്ങളുടെ ആദ്യഘട്ടമായാണ് പ്രിയദർശിനി പദ്ധതിയെ ചടങ്ങിൽ വിശേഷിപ്പിച്ചത്. മീഡിയ ടൈം, മാള.